കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കം ഉപേക്ഷിക്കാതെ ഇന്ത്യ മുന്നണി. കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കണമെന്ന ആവശ്യവുമായി നേതാക്കൾ. തൃണമൂൽ നേതാക്കൾ ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തി. ബിജെപിയുമായി ചർച്ചകൾ. പ്രതിസന്ധിയിലായാൽ സർക്കാർ രൂപീകരണ നീക്കം സജീവമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതം ചേരുന്നു. ഗൗതം, ശക്തമായ പ്രതിപക്ഷമായി തുടരുക എന്നതായിരുന്നു ഇന്ത്യ മുന്നണി പൊതുവെ എടുത്ത അവരുടെ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം. അതിനുമപ്പുറം മമതാ ബാനർജിയെ പോലുള്ളവരുടെ ഭാഗത്തു നിന്ന് സർക്കാർ ഉണ്ടാക്കണം എന്നുള്ള സമ്മർദ്ദവും ഇന്ത്യ മുന്നണി നേതൃത്വം മറ്റ് നേതാക്കൾ നേരിടുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ബദൽ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരുന്നത് ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും ഒടുവിലായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ശിവസേനയുടെ നേതാവായ ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സ്വാധീനം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ള സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന നടത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ പ്രതിസന്ധി ഉടലെടുത്തതാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ പ്രതീക്ഷാവഹമായൊരു സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JDUവും TDPയും നടത്തുന്ന വിലപേശൽ അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രം അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കിക്കൊണ്ട് നിലവിൽ പുറത്തുവരുന്ന ഈ സമ്മർദ്ദത്തെ ചൂഷണം ചെയ്ത് സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ നമ്പറുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഘടകകക്ഷികളുടെ കൂടി സഹായം ആവശ്യമാണ് എന്ന നിലയിലേക്ക് BJP എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ ആവശ്യപ്പെടുന്ന മന്ത്രാലയങ്ങൾ പ്രധാനമായും റെയിൽവേയും അതോടൊപ്പം തന്നെ ധനകാര്യ മന്ത്രാലയവും ഉൾപ്പെടെയുള്ള മന്ത്രിപദങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മന്ത്രിപദങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിൽ നീക്കുപോക്കുണ്ടാക്കി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടി ഈ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. ശിവസേന നേതാക്കളുമായാണ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടന്നത്. ഇതിനു മുൻപ് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് TDPയും JDUവിനെയും സമീപിച്ചിരുന്നെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ TDP നേതാക്കളുമായി ചർച്ച നടത്തിയതായും ഫോണിൽ ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ BJPയുമായി നടക്കുന്ന വിലപേശലിൽ JDUവും TDPയും നടത്തുന്ന സമ്മർദ്ദതന്ത്രം അത് തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് നീങ്ങുക എന്നൊരു ആശയത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉൾപ്പെടെ വ്യക്തമായ ഒരു സീറ്റ് നില ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദതന്ത്രം JDUവും TDPയും ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു നീക്കമാണ്, രാഷ്ട്രീയ വിലപേശലായിരിക്കും ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഇതിലിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൂടി ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളുള്ളത്. ഉദ്ധവ് താക്കറെയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സഞ്ജയ് റാവത്ത് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിലവിൽ BJPക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സീറ്റ് നില ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്തത്? കോൺഗ്രസിനുൾപ്പെടെ വ്യക്തമായ സീറ്റ് നില നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു ആവശ്യവുമായി നമ്മൾ മുന്നോട്ട് വരണമെന്നും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകണമെന്നും ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണമാണ് സഞ്ജയ് റാവത്ത് നടത്തിയത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഈ നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെ നീട്ടിവെക്കുന്ന അവസ്ഥയിലേക്ക് NDA ഘടകകക്ഷികളുമായി നടക്കുന്ന ഈ സമ്മർദ്ദ ചർച്ചയിലായി മാറുകയും വിലപേശൽ തുടരുകയും ചെയ്യുകയാണെങ്കിൽ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളൊരു ആശയം കൂടുതൽ ശക്തമായി മുന്നോട്ട് വയ്ക്കാനാണ് ഇന്ത്യ മുന്നണി ആലോചിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൗദ്യോഗികമായ ചില ഇടപെടലുകൾ പ്രത്യേകിച്ച് സ്റ്റാലിനെ പോലുള്ള നേതാക്കളും ഈ ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കളെ രംഗത്തെത്തിച്ചുകൊണ്ട് JDUവുമായും TDPയുമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ഇന്ത്യ മുന്നണി നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ റിജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ നമ്പറുകളിലേക്ക് എത്താൻ NDAക്ക് പെടാപ്പാട് പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യ മുന്നണി ഇവരുമായി ഒരു സഖ്യത്തിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യം JDUവിൻ്റെയും TDPയുടെയും ആവശ്യം അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ മാറിമറിയാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറ്റ് ചില കക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള സജീവമായ ഇടപെടലുകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഉറപ്പായും അത്തരം റിപ്പോർട്ടുകൾ തത്സമയം നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കും.
പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. TDPയും JDUവും അവരുടെ യോഗങ്ങൾ തുടരുന്നു. നിർണായകമായ ക്യാബിനറ്റ് പദവികൾ ചോദിക്കാൻ തന്നെ അവർ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു. BJP ആകട്ടെ അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ തെളിയുന്നതും. ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കം നേരത്തെ ഉപേക്ഷിച്ചതാണ്. ശക്തമായ പ്രതിപക്ഷമായി തുടരണം എന്നുള്ള തീരുമാനമാണ് അവർ തത്വത്തിൽ എടുത്തതെങ്കിൽ പോലും മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ അങ്ങനെയല്ല, സർക്കാർ നമുക്ക് 5 വർഷം കാത്തിരിക്കാനില്ല, സർക്കാർ ഉണ്ടാക്കണം എന്ന തരത്തിലുള്ള സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ് ഈ ഘട്ടത്തിൽ. അവിടെയാണ് ഈ TDPയുടെയും JDUവിൻ്റെയും സമ്മർദ്ദവും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്.